നമ്മൾ ഈ വീട്ടിൽ എല്ലാ ഭാഗങ്ങളിലും ഗ്രേ കളർ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലക്ഷറി ഫീൽ എൻഹാൻസ് ചെയ്യാൻ ഗ്രേ കളറിന് കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പാത്ത് വേ ഫോയർ ഏരിയയിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് മൊറോക്കൻ ടൈലാണ്. മൊറോക്കൻ ടൈലിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 2-3 കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. നിങ്ങൾ വീട് പണിയുന്ന ആളാണെങ്കിൽ ഇക്കാര്യങ്ങൾ മറന്നു പോകണ്ട. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഒരു ടൈല് വെച്ചതിന് ശേഷം വേറൊരു ടൈൽ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോൾ അതിന്റെ ഇടയിൽ സ്പേസർ വെച്ചിട്ട് അപ്പോക്സി ഇടും. അപ്പൊ അതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ ഇപ്പോൾ ചെയ്യുന്നതാണ് ഒരു ഈക്വലൈസർ എന്ന് വെച്ചാൽ ഇതുപോലത്തെ 2 സാധനമാണ് ഈക്വലൈസർ. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ടൈൽ വെക്കും. എന്നിട്ട് ഇത് തമ്മിൽ ജോയിന്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഈക്വലൈസർ ഇതിനുള്ളിൽ വെക്കും. അപ്പോൾ ഇത് കറക്റ്റായി ഒന്ന് പൊന്തിയും താന്നൊന്നും കെടുക്കൂല. സ്പേസറുണ്ട്, നമ്മുടെ സ്പേസർ ഇതിൻ്റെ ഇടയിൽ വെക്കണം. അപ്പോൾ 3mm സ്പേസറാണ് നമ്മളിവിടെ മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ ടൈലുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 3mm നിർബന്ധമായും ഉപയോഗിക്കണം. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു ഫ്ലോറ് സ്ക്രീഡിങ് ആദ്യം എന്ന് വെച്ചാൽ പരിക്കനിട്ട് സ്ക്രീഡ് ചെയ്ത് വെക്കണം. സ്ക്രീഡിങ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും ആ ഒരു ബാലൻസ് ഇല്ലാതെയും കറക്റ്റായിട്ട് അതിൻ്റെ അടിയിൽ നിൽക്കാതെയൊക്കെ ഇരിക്കും. മാത്രമല്ല ഇനി പരമ്പരാഗതമായി നമ്മൾ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ സിമെൻറ്റും അതുപോലെ ഗ്രൗട്ടൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ട് ഇങ്ങനെ തട്ടി റെഡിയാക്കും. ഒരു കാരണവശാലും അതിനകത്തേക്ക് സിമെൻറ്റ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഗമ്മ് കറക്റ്റായിട്ട് പിടിക്കില്ല. അതിൻ്റെ പകരമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു മെക്കാനിസം. ഈ ഒരു ഉപകരണത്തിന് 2 ഉപയോഗമുണ്ട്. ടൈൽ ക്യാച്ചറായിട്ട് ഇത് ഉപയോഗിക്കാം. ഇതങ്ങനെ ടൈല് ക്യാച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. പലപ്പോഴും നമ്മൾ ടൈൽ എടുക്കുമ്പോൾ കാൽ മുകളിൽ വീണ് പൊട്ടാനോ അല്ലെങ്കിൽ കൈ മുറിയാനോ ഒക്കെ സാധ്യത ഉണ്ട്. അത് ടൈൽ ക്യാച്ചർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് എടുത്ത് വയ്ക്കാൻ കഴിയും. ഇനി വേറെ എന്തൊരു കാര്യം വെച്ചാൽ ഒരു വൈബ്രേറ്റർ കൂടിയിട്ടാണ്. ഇതിന്റെ അടിയിലുള്ള ഗമ്മോ സിമെന്റോ കൃത്യമായി അത് പിടിക്കാൻ വേണ്ടി ഇത് വൈബ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാ സൈഡിലേക്ക് കൃത്യമായി എത്തും. റബ്ബറിന്റെ ഇതുപോലത്തെ ഹാമർ വെച്ചിട്ട് അടിക്കണ ഒരു പണിക്കാരനോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ നമുക്ക് വേണ്ട. ഒരു വൈബ്രേറ്റർ ഉള്ള കമ്പനി തന്നെ ടൈൽ ഇടുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം.